വി എസ് ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അഴിമതി കുറ്റത്തിന് തൂക്കുകയറൊന്നുമില്ല നടേശ, പകരം ജയിലിൽ കിടക്കേണ്ടി വരും എന്നുള്ളതാണ്. സാമുദായികമായോ രാഷ്ട്രീയമായോ സാമ്പത്തികമായോ വി എസ് ഉയർത്തിയ വെല്ലുവിളികളിൽ മാത്രമാണ് അദ്ദേഹം പതറിപ്പോയിട്ടുള്ളത്. നേരത്തെ വി എം സുധീരനുമായി ബന്ധപ്പെട്ട കാര്യം സുനിൽ സാർ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നുമില്ല. അങ്ങനെ തനിക്കെതിരെ നിൽക്കുന്ന ആളുകളെ തോൽപ്പിച്ച് കളയാനും ഇല്ലാതാക്കാനും തനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ആളുകളെ മരണത്തിലേക്ക് തള്ളിവിടാനും കഴിയുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉള്ളപ്പോഴും തൊട്ടു നോക്കാതെ ഒരു നിയമ സംവിധാനത്തിനും തൊടാൻ കഴിയാത്ത തരത്തിൽ വലിയ പ്രതിരോധവും ഒക്കെ അദ്ദേഹത്തിനുണ്ട് എങ്കിൽ അത് എങ്ങനെയാണ് എന്ന് നമുക്ക് അറിയാത്തതാണ്. ഇപ്പം നമുക്കറിയാം കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ കേസ് ആത്മഹത്യാ പ്രേരണയാണ് അല്ലേ? പി ദിവ്യ ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ നാളത്തെ നേതാക്കളിൽ ഒരാൾ എന്ന് ആ പാർട്ടി തന്നെ നോക്കിക്കണ്ട നേതാവാണ്. ഒരു ആത്മഹത്യാക്കുറിപ്പുണ്ടായിരുന്നോ? ഇല്ല. 32 പേജുണ്ട് ഈ ആത്മഹത്യാക്കുറിപ്പിന്. ഇത് പോരാഞ്ഞിട്ട് ടോമിൻ ജെ തച്ചങ്കരിക്ക് എഴുതിയ കത്തുണ്ട്. അതും പോരാഞ്ഞിട്ട് അദ്ദേഹം മരിക്കുന്ന സമയത്ത് ആ മേശപ്പുറത്തിന്റെ ഒരു മൂലയിൽ എഴുതി വെച്ചിരിക്കുന്ന ആത്മഹത്യാക്കുറിപ്പുണ്ട്. അതിലാണ് ഞാൻ എൻ്റെ ജീവിതം ഇവരാൽ പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ഹോമിക്കുന്നു എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ എണ്ണം പറഞ്ഞ പേജുകൾ നീളുന്ന ആത്മഹത്യാക്കുറിപ്പുകളിൽ കൃത്യമായി പേരുണ്ടായിട്ടും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടില്ല എന്നൊരു ചോദ്യം എത്ര ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയും? അതിനുശേഷം അദ്ദേഹം നോക്കിപ്പം വെള്ളാപ്പള്ളി നടേശനല്ല മറ്റൊരാളായിരുന്നുവെങ്കിൽ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമായിരുന്നു? അപ്പോൾ അങ്ങനെയുള്ള തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ട ഇടത്താണ് ഇപ്പോഴും സർവ്വപ്രതാപിയായി വാഴുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ സിസ്റ്റത്തിൽ, ഈ കംപ്ലീറ്റ് സിസ്റ്റത്തിലുള്ള ഒരു വലിയ അവിശ്വാസ്യതയായി നിൽക്കേണ്ടി വരുന്നത്. പിന്നെ രാഷ്ട്രീയത്തിൽ അദ്ദേഹം നിരന്തരമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. വി എം സുധീരന്റെ കാര്യത്തിൽ ഒരുപക്ഷെ അന്ന് അദ്ദേഹം ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അദ്ദേഹത്തിന് ഒരുപക്ഷെ വില കൊടുക്കേണ്ടി വരികയാണെങ്കിൽ അത് കാലത്തിന്റെ കാവ്യനീതിയായിരിക്കും എന്നുകൂടി നമ്മൾ പറയേണ്ടിയിരിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, വെള്ളാപ്പള്ളി നടേശൻ ഈ പറയുന്ന സാമുദായിക കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ വി എസ് പറഞ്ഞിട്ടുണ്ട് കണക്ക് വെക്ക് നടേശ എന്ന്. ആ നിലയ്ക്ക് അദ്ദേഹത്തെ പ്രതിരോധിക്കാനും വി എസിന് എല്ലാ കാലത്തും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്.